കേരളത്തിൽ സ്വർണ്ണ വിലയിൽ വൻ കുതിപ്പ്. സ്വർണത്തെ സുരക്ഷിതമായ നിക്ഷേപമായാണ് എല്ലാവരും കാണുന്നത്. അതിനാൽ തന്നെ കേവലം ആഭരണം, അലങ്കാരം എന്നിവയെക്കാൾ ഉപരി ഒരു ആസ്തിയായാണ് എല്ലാവരും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ നാളുകളിലായി സ്വർണത്തിന്റെ കുതിപ്പ് കൊടുമുടികൾ താണ്ടിയാണ്. അന്തർദേശീയ വിപണിയിൽ കൂടിയതിനനുസരിച്ചാണ് കേരളത്തിലും വില വർധനവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങളും വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഈ വേളയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേര് ആകൃഷ്ടരാകുന്നുണ്ട്. അതേസമയം ക്രൂഡ് ഓയിൽ വില ഇടിയുന്നു എന്നതും എടുത്തു പറയണം. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിന് വില കുത്തനെ ഇടിയുന്നു എന്നതാണ് വിപണിയിൽ സംഭവിക്കുന്ന മറ്റൊരു മാറ്റം. ഡോളർ സൂചിക കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ രൂപ ഇടിയുകയാണ്. ഇതും സ്വർണ്ണവില കൂടാൻ കാരണമാണ്. അറിയാം കേരളത്തിലെ പുതിയ സ്വർണ്ണവിലയെ സംബന്ധിച്ച്. കേരളത്തിൽ ഇന്നൊരു പവന് സ്വർണത്തിന് 64,080 രൂപയാണ് വില. 520 രൂപയാണ് കൂടിയിരിക്കുന്നത്. 22 ക്യാരറ്റ് ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 8,010 രൂപയായി. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 6,600 രൂപയായി. കേരളത്തിൽ വെള്ളിയുടെ വില ഗ്രാമിന് 1 രൂപ വർദ്ധിച്ച് 106 എന്ന നിരക്കിലെത്തി. 24 ക്യാരറ്റ് സ്വർണത്തിന് ബാങ്ക് നിരക്ക് കിലോയ്ക്ക് വീണ്ടും 88 ലക്ഷമായി. ഇന്നൊരു പവന് സ്വർണം ആഭരണം വാങ്ങുന്നവർക്ക് 69,000 രൂപ വരെ ചെലവ് വന്നേക്കും. പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും ചേരുമ്പോഴാണിത്. അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 1,300, 2,600 രൂപ വരെ കുറച്ചുള്ള സംഖ്യ ഒരു പവന് ലഭിച്ചേക്കും. വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ പഴയ സ്വർണം വിൽക്കുന്നതാണ് നല്ലത്. സ്വർണ്ണ നിക്ഷേപമായും വേണ്ടി വന്നാൽ വിറ്റ് പണമാക്കാനും അലങ്കാരമായും ഉപയോഗിക്കുന്നവരുണ്ട്. നിക്ഷേപമായി മാത്രം കാണുന്നവർ 24 ക്യാരറ്റ് സ്വർണം വാങ്ങുന്നതാണ് നല്ലത്. മാർക്കറ്റ് വില തന്നെ വിൽക്കുമ്പോൾ കിട്ടുമെന്നതാണ് ഈ സ്വർണത്തിന്റെ പ്രത്യേകത. അതേസമയം ആവശ്യം വരുമ്പോൾ വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് നല്ലത് 22 ക്യാരറ്റിലെ ആഭരണമാണ്. അലങ്കാരമായി മാത്രം സ്വർണത്തെ കാണുന്നവർക്ക് 18 ക്യാരറ്റിലുള്ള ആഭരണമാണ് നല്ലത്. 24 ക്യാരറ്റിൽ മറ്റ് ലോഹങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ ഉയർന്ന വില കൊടുക്കേണ്ടി വരും. 8% ചെമ്പിന്റെ അംശം ഉൾപ്പെടുന്ന 22 ക്യാരറ്റിന്റെ വിലയാണ് എല്ലാ ജ്വല്ലറികളിലും പതിവായി ബോർഡിൽ പ്രദർശിപ്പിക്കുക. 22 ക്യാരറ്റിനേക്കാൾ 10,000 രൂപയുടെ കുറവ് 18 ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്കുണ്ടാകും. കഴിഞ്ഞയാഴ്ച സ്വർണത്തിന് വില കുറവായിരുന്നു. ഈ വേളയിൽ മികച്ച വിൽപ്പനയാണ് നടന്നത്. 24 ക്യാരറ്റും 18 ക്യാരറ്റും ബാങ്കുകളിലോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെക്കാൻ സ്വീകരിക്കില്ല എന്നതാണ് പ്രതിസന്ധി. 22 ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ മാത്രമാണ് പണയത്തിന് ഈടായി വാങ്ങുക. കഴിഞ്ഞ ദിവസം കേരളത്തിൽ 2 തരം വില ജ്വല്ലറികളിൽ ഈടാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു വില മാത്രമാണ് വ്യാപാരികൾ അറിയിച്ചിട്ടുള്ളത്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,890 പുതിയ വില. ഡോളർ സൂചിക 106 ഉള്ളത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 87.36 എന്ന നിരക്കിലെത്തി. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $71 പുതിയ നിരക്ക്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിന് വില $83,000. കഴിഞ്ഞ 3 മാസത്തിനിടെ സ്വർണത്തിന്റെ മൂല്യം ഔൺസിന് $200 അഥവാ 8% വർദ്ധിച്ച് ഔൺസിന് $2,860 അതേസമയം കഴിഞ്ഞ 3 മാസത്തിനിടെ ഇന്ത്യൻ ഓഹരി വിപണികൾ 8%-ലധികം ഇടിഞ്ഞു. 2002 മുതൽ സ്വർണത്തിന്റെ മൂല്യം ഔൺസിന് ഏകദേശം $250-290 ആയിരുന്നു. ഇത് 10 മടങ്ങാണ് വർദ്ധിച്ചത്. ഇന്ത്യൻ വിപണിയിൽ 10 ഗ്രാമിന് സ്വർണത്തിന്റെ വില ഏകദേശം 85,000 രൂപയായിരുന്നു. ഒരു മൂല്യശേഖരം എന്ന നിലയിൽ മാത്രമല്ല, സാംസ്കാരികവും മതപരവുമായ ആവശ്യങ്ങൾക്കുള്ള ഒരു അലങ്കാരമായും ഒരു പ്രധാന പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണ സംവിധാനമായും സ്വർണം എത്ര വില കയറിയാലും പ്രസക്തമായി തുടരുക തന്നെ ചെയ്യും.